ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഡിസംബർ 13 അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ദ സെക്കൻഡ് മീറ്റിംഗ് ഓഫ് ദ സപ്ലൈ ചെയിൻ കൗൺസിൽ ആസ് വൈസ് ചെയർ അണ്ടർ ഇന്ത്യ പസഫിക് എക്കണോമിക് ഫ്രെയിംവർക്ക്. അപ്പോൾ ഇന്ത്യ സെക്കൻഡ് മീറ്റിംഗ് ഓഫ് സപ്ലൈ ചെയിൻ കൗൺസിൽ ആസ് വൈസ് ചെയർ ആയിട്ട് ഇന്ത്യ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്, പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അണ്ടർ ഇന്ത്യ പസഫിക് എക്കണോമിക് ഫ്രെയിംവർക്കിലാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ചു നോക്കാം. ഇന്ത്യ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സെക്കൻഡ് മീറ്റിംഗ് ഓഫ് ദ സപ്ലൈ ചെയിൻ കൗൺസിൽ ആസ് വൈസ് ചെയർ. India was represented by Shri Rajesh Agarwal, Additional Secretary, Department of Commerce. പിന്നെ പറയുന്നത് ദ ചെയർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് SCC highlighted the significant progress made since the last meeting in September 2024 and shared an update on the APT relating to chemicals in efforts are being made to promote the greater chemicals trade and diversify sources through various work streams and enhance international business matchmaking. The Supply Chain Council was formed under the agreement relating to supply chain resilience under IPEF to pursue targeted action-oriented work to strengthen the supply chains for those sectors and goods most critical to national security, public health, and economic well-being in the India-Pacific region, which represents about 40% of global GDP and 28% of global trade in goods and service. പിന്നെ പറയുന്നത് ഇന്ത്യ സൈൻഡ് ദ സപ്ലൈ ചെയിൻ റിസൈലിയൻസ് എഗ്രിമെൻറ്റ് ഇൻ November 2023 അണ്ടർ ദ ഇൻഡോ പസഫിക് എക്കണോമിക് ഫ്രെയിംവർക്ക് ഫോർ പ്രോസ്പെറിറ്റി, എ 14-member പ്ലൂരിലാറ്ററൽ ഗ്രൂപ്പിംഗ് ഇൻ ദ റീജിയൻ. അപ്പോൾ ഇന്ത്യ സൈൻ ചെയ്തത് ഈ സപ്ലൈ ചെയിൻ റിസൈലിയൻസ് എഗ്രിമെൻറ്റ് പില്ലർ 2 സൈൻ ചെയ്തത് 2023 അണ്ടർ ഇൻഡോ പസഫിക് എക്കണോമിക് ഫ്രെയിംവർക്ക് ഫോർ പ്രോസ്പെറിറ്റി. അതിലാണ് ഇന്ത്യ സൈൻ ചെയ്തത് 14-member പ്ലൂരിലാറ്ററൽ ഗ്രൂപ്പിംഗ് ഇൻ ദ റീജിയൻ. പിന്നെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറയുന്നത് ദ എഗ്രിമെൻറ്റ് എയിംസ് ടു എൻഹാൻസ് സപ്ലൈ ചെയിൻസ് ക്രിട്ടിക്കൽ ടു നാഷണൽ സെക്യൂരിറ്റി ആൻഡ് എക്കണോമിക് സ്റ്റെബിലിറ്റി. അപ്പോൾ അതിൻ്റെ എയിമാണ് പറയുന്നത് എൻഹാൻസ് സപ്ലൈ ചെയിൻസ് ക്രിട്ടിക്കൽ നാഷണൽ സെക്യൂരിറ്റി ആൻഡ് എക്കണോമിക് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഒഫീഷ്യലി കെയിം ഇൻ ടു എഫക്റ്റ് ഓൺ 24th February 2024. ഈ വർഷം ഫെബ്രുവരി 24 ഒഫീഷ്യലി അത് എഫക്റ്റിൽ വന്നിട്ടുള്ളത്. As part of the agreement, Supply Chain Council was established with India serving as vice chair and United States as chair. അപ്പോൾ ഈ സപ്ലൈ ചെയിൻ കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇന്ത്യ വൈസ് ചെയർ ആയിട്ടും അതേപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചെയർ ആയിട്ടും ഉള്ള അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇറ്റ് ഈസ് വെരി ടൈംലി ദാറ്റ് അണ്ടർ IPEF India has also been elected as the chair for action plan team on a pharma or healthcare. Currently, Thailand, Singapore and New Zealand have joined the APT on pharma or healthcare led by India. അപ്പോൾ കറൻ്റ്ലി ജോയിൻ ചെയ്ത കൺട്രീസാണ് തായ്ലൻഡ്, സിംഗപ്പൂർ ആൻഡ് ന്യൂസിലാൻഡ്. അപ്പോൾ അത് ലീഡ് ചെയ്യുന്നത് ഇന്ത്യയാണ്, ഫാർമ ഓർ ഹെൽത്ത് കെയർ ലെഡ് ബൈ ഇന്ത്യ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ന്യൂസ്, ഇന്ത്യാസ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി ഹിറ്റ്സ് $1 trillion. അപ്പോൾ ഇന്ത്യയുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി $1 trillion കടന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഹിറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. ഇന്ത്യ ഹാസ് അച്ചീവ്ഡ് എ റിമാർക്കബിൾ മൈൽ സ്റ്റോൺ ഇൻ ഇറ്റ്സ് എക്കണോമിക് ജേർണി വിത്ത് ഗ്രോസ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫ്ലോസ് റീച്ചിങ് ആൻ ഇംപ്രസീവ് $1 trillion സിൻസ് April 2000. This landmark achievement was bolstered by a nearly 26% rise in FDI to $42.1 billion during the first half of the current fiscal year. Such growth reflects India's growing appeal as a global investment destination driven by a proactive policy framework, a business environment, and increasing international competitiveness. FDI has played a transformative role in India's development by providing substantial non-debt financial resources, fostering technology transfers, and creating employment opportunities. Over the last decade, April 2014 to September 2014, total FDI inflows amounted to $709.84 billion, accounting for 68.69% of overall FDI inflow in the past 24 years. The robust inflow of investments
underscores India's pivotal role in shaping the global economic landscape. MOU signed between Investor Education and Protection, ഇത് നെക്സ്റ്റ് ന്യൂസ് ആണ് കേട്ടോ. MOU signed between Investor Education and Protection Fund Authority and Association of Chartered Certified Accountants. അപ്പോൾ ഒരു MOU സൈൻ ചെയ്തതിനെ കുറിച്ചാണ് പറയുന്നത്. പ്രൊട്ടക്ഷൻ ഫണ്ട് അതോറിറ്റി, ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് അതോറിറ്റിയും അതേപോലെ അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസും തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. ദ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് അതോറിറ്റി അണ്ടർ ദ ഏജസ് ഓഫ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, Government of India has signed a transformative memorandum of understanding with the Association of Chartered Certified Accountants to advance financial literacy, investor education and investor protection. Under the terms of the MOU, both parties have agreed to collaborate on a range of educational initiatives with a particular emphasis on ACCA's financial literacy program known as Financial Education for You. The Financial Education for You program, a 4-year course targeting school children in grade 6 through 7, aims to foster sound financial decision making among young minds, thus laying a strong foundation for a future generation of informed investors. ബാക്കി ഡീറ്റെയിൽസ് പറയുന്നത് ഈ പേജിലും കൂടി ഉണ്ട്. ത്രൂ ദിസ് 4-year പാർട്ട്ണർഷിപ്പ് IEPFA വിൽ ഫെസിലിറ്റേറ്റ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് financial education for everyone in select schools spanning both urban and rural regions. ACCA will generously provide the program's digital content free of cost, ensuring that financial literacy is accessible to a wide range of educational institutions. Additionally, ACCA members will offer professional training to school educators, empowering them to effectively deliver this vital curriculum to students. The pilot phase of FEFY will kick off in select schools, with ACCA providing digital content and resources to these institutions. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് സൈൻസ് കോൺട്രാക്ട് വിത്ത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഫോർ പ്രൊക്യൂർമെൻറ്റ് ഓഫ് 12 Su-30 MKI എയർക്രാഫ്റ്റ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരിക്കുകയാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആയിട്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊക്യൂർ ചെയ്യാൻ, അതായത് 12 Su-30 MKI എയർക്രാഫ്റ്റ് പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഗ്രിമെൻ്റ് ആണ് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ഇൻ എ മേജർ ബൂസ്റ്റ് ടു ദ ആത്മനിർഭർ ഭാരത് ഇനീഷ്യേറ്റീവ് ഓഫ് ദ ഗവൺമെൻറ്, എ കോൺട്രാക്ട് ഫോർ പ്രൊക്യൂർമെൻറ്റ് ഓഫ് 12 Su-30 MKI എയർക്രാഫ്റ്റ് along with associated equipment has been signed between Ministry of Defence and Masses Hindustan Aeronautics Limited today on 12 December 2024 at an approximate cost of 13,500 crore rupees inclusive of taxes and duties. അപ്പോൾ 12th December, അതായത് ഇന്നലെയാണ് ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ദ എയർക്രാഫ്റ്റ് വുഡ് ഹാവ് ഇൻഡിജീനിയസ് കണ്ടന്റ് ഓഫ് 62.6%, enhanced due to indigenization of many components to be manufactured by Indian defense industry. അപ്പോൾ ഇതിൽ 62.6% ഈ എയർക്രാഫ്റ്റിൻ്റെ മെറ്റീരിയൽസും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. These aircrafts would be manufactured at Nasik division of Hindustan Aeronautics Limited. അപ്പോൾ നാസിക് ഡിവിഷൻ ഓഫ് നാസിക്കിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ ഡിവിഷനിൽ വെച്ചിട്ടാണ് ഈ എയർക്രാഫ്റ്റ്സ് മാനുഫാക്ചർ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ദ സപ്ലൈ ഓഫ് ദീസ് എയർക്രാഫ്റ്റ്സ് വുഡ് എൻഹാൻസ് ഓപ്പറേഷണൽ കേപ്പബിലിറ്റി ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ് ആൻഡ് സ്ട്രെങ്തൻ ഡിഫൻസ് പ്രിപ്പയർഡ്നെസ് ഓഫ് ദ കൺട്രി. അപ്പോൾ ഈ സപ്ലൈ ഓഫ് ദീസ് എയർക്രാഫ്റ്റ്സ് ഇനി ഓപ്പറേഷണൽ കേപ്പബിലിറ്റി ഓഫ് ഇന്ത്യൻ എയർഫോഴ്സിനെ സ്ട്രെങ്തൻ ചെയ്യാനും അതേപോലെ ഡിഫൻസ് പ്രിപ്പയർഡ്നെസ് ഓഫ് ദ കൺട്രി എൻഹാൻസ് ചെയ്യാനും സഹായിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. നേപ്പാളി ആർമി ചീഫ് ജനറൽ അശോക് രാജ് സിഗ്ദൽ കൺഫേർഡ് ഹോണററി റാങ്ക് ഓഫ് ജനറൽ ഓഫ് ഇന്ത്യൻ ആർമി. അപ്പോൾ നേപ്പാളി ആർമി ചീഫ് ജനറലായ അശോക് രാജ് സിഗ്ദലിന് ഹോണററി റാങ്ക് ഓഫ് ജനറൽ ഓഫ് ഇന്ത്യൻ ആർമി കൺഫർ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിക്കാം.
സുപ്രബൽ ജനസേവശ്രീ ജനറൽ Ashok Raj Sigdal, Chief of Army Staff of the Nepali Army, continued his official visit to India, marking a historic and symbolic movement in Nepal-India defense relations. On the second day of his visit, General Sigdal was conferred with honorary rank of General of the Indian Army, a unique and cherished tradition between the two armies that further strengthens the military ties. General Sigdal also called on Shri Rajnath Singh, Honorable Raksha Mantri, before departing for Pune. അപ്പോൾ നേപ്പാളി ആർമി ചീഫ് ജനറലായ അശോക് രാജ് സിഗ്ദലിന് ഇന്ത്യയുടെ ഹോണററി റാങ്ക് ഓഫ് ജനറൽ ഓഫ് ഇന്ത്യൻ ആർമി കൺഫർ ചെയ്ത് കൊടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ വായിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവ്രി വൺ.